ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഷീലാമ്മയ്ക്കാണെന്ന് പറഞ്ഞാൽ ആരും തർക്കിക്കില്ല. ഒപ്പം നമ്മുടെ വയലാറ് പോലും മനോഹരമായിട്ടുള്ള വരികൾ ഷീലാമ്മയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും എന്തൊരു ഭാഗ്യമാണ്. മലയാളത്തിലെ മറ്റ് താരങ്ങൾക്കൊന്നും കിട്ടാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് അല്ലേ? അമ്മയ്ക്ക് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഓർമ്മകളെക്കുറിച്ച്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടിയ പാട്ടുകളൊക്കെ അതിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിലൊരു പ്രൗഡല്ലേ, ഒരു അഭിമാനമല്ലേ? അങ്ങനെയൊന്നും ഞങ്ങൾ ഓർക്കില്ല. പോയ വെയിലത്ത് നിർത്തി കാലിൽ ചെരുപ്പില്ലാതെ മിക്കവാറും ഈ ഗ്രാമത്തിലുള്ള പെണ്ണുകളല്ലേ ഒരു ലുങ്കി എടുത്തുകൊണ്ട് വേഗാതെ വെയിലിൽ കൊണ്ടുപോയി നിർത്തും. എൻ്റെ പൊന്നെ എന്നെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അതെ എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ എന്താ വരികളൊക്കെ ഒക്കെ പാടും. പാടിക്കഴിഞ്ഞോണ്ട് അയ്യോ ടച്ചപ്പ് കൊണ്ടാ അങ്ങനെ ഓർക്കുന്നല്ലാതെ. നല്ല വെയിലത്തായിരുന്നില്ലേ? ഭയങ്കര വെയിലത്ത്, കടപ്പുറത്ത് വെയിലത്ത്. പക്ഷെ എന്തൊരു നല്ല പാട്ടുകൾ, ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരമായിട്ടുള്ള പാട്ടുകൾ തന്നെ. ചെന്നൈയിലാണെങ്കിലും ഈ മലയാളം പാട്ടുകളൊക്കെ റിപ്പീറ്റ് കേൾക്കാറുണ്ടോ? പിന്നെ ചെന്നൈയിൽ റേഡിയോയിലും മലയാളം പാട്ടുകൾ വരത്തില്ല. റേഡിയോയിൽ വരത്തില്ല. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവർമാരോട് പറയും, ഒന്ന് റേഡിയോ വയ്ക്കുക, റേഡിയോ വയ്യുന്നു. കാരണം അവർ സംസാരിക്കുന്ന രീതിയും എന്താ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്ന എന്ത് രസമാണ് കേൾക്കാനായിട്ട്. അത് റേഡിയോ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. വീട്ടിൽ 24 hours റേഡിയോ കേട്ടോണ്ടിരിക്കും. റേഡിയോ ഓടിയോണ്ടിരിക്കും. നമ്മൾ എന്ത് ജോലി, ഞാൻ പെയിന്റിങ് ഒക്കെ ചെയ്യുമ്പോഴും ഈ റേഡിയോ അവിടെ, കാരണം കാണണ്ടല്ലോ, ലോക വിഷയങ്ങളെല്ലാം അറിയാനും പറ്റും. ഞാൻ ടി വിയിൽ മിക്കവാറും കാണുന്നത് ന്യൂസാണ്. ഒരുപാട് ന്യൂസ് കാണും ഞാൻ. ന്യൂസ് കണ്ട് നെഗറ്റീവ് ആവാറുണ്ടോ? ഇതൊക്കെ എന്താ ന്യൂസ്? അങ്ങനെയൊന്നും അപ്ഡേറ്റ് എന്താണ് ലോകത്തിൽ എന്താ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചുമക്കളൊക്കെ പറയും, എന്താ അമ്മ ഈ പ്രായത്തിൽ പോയിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഏത് പ്രായത്തിലും ശരി നമ്മൾ ലോകത്തിൽ എന്താ നടക്കണം എന്ന് അറിഞ്ഞിരിക്കണം.